ഹായ് ഫ്രണ്ട്സ് ടു യൂട്യൂബ്. അതിൻ്റെ പിന്നെ ഒരു സീനിയർ പറയാൻ തുടങ്ങി. അതെ, ഇവൾക്ക് ചെറിയ പ്രായത്തിൽ എല്ലാ കുട്ടികളും തല്ലുന്നു. അത് മാത്രമല്ല ഇങ്ങനെ ആയതുകൊണ്ട് ലാസ്റ്റ് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഹീറോ പഠിക്കുന്നവരടുത്ത് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു സീനിയർ ഇവൾ റൂട്ട് വിടുമായിരുന്നു. അതെ, നമ്മളെ ക്ലാസ് പഠിക്കുന്ന സീനിയർ അല്ല, അതെ സീനിയറാണ് പഠിച്ചുകൊണ്ടായിരുന്നു. ആ സീനിയർ ഹീക്ക് റൂട്ട് വിട്ട് ഇവൾക്ക് പ്രൊപ്പോസ് ചെയ്തു. പ്രൊപ്പോസ് ചെയ്ത് ഇവളെ എന്താ ചെയ്തറിയുന്നത് നിനക്ക്? സീനിയർ ഗേൾസ് വന്ന് ഹീറോയിനെ തല്ലാൻ നോക്കി. ഹീറോയിൻ അടി വെച്ച് ശരിയാക്കി. അത് മാത്രമല്ല ഹീറോയ്ക്ക് നിറയെ തല്ല് കിട്ടി. അത് മാത്രമല്ല ഹീറോയിൻ പോലീസ് എന്നറിഞ്ഞ് അതേകൊണ്ട് ഹീറോയിൻ മറട്ടെ കൊണ്ട് അവർ പേടിച്ച് പാഞ്ഞു. ഗേൾസ് ഹീറോയിൻ വെച്ച് ചെയ്തെന്ന് കിടന്നവരായിരുന്നു. അത് മാത്രമല്ല കോളേജ് ഫസ്റ്റ് ഇയർ നടന്നത് എനിക്കറിയോ. എന്നെ കോളേജ് ഫസ്റ്റ് ഇയറിൽ പറഞ്ഞ ഒരു ചെക്കൻ പറയാൻ തുടങ്ങിയായിരുന്നു. അതെ, ഇവൾക്ക് ലവ് ലെറ്റർ കൊടുത്തത് ആരാ? അവിടെ ഇരുന്നിട്ട് മുണ്ടാതിരുന്ന ഹീറോയിനെ നോക്കുന്നതാണല്ലേ. അതെ, ഇവൻ എന്ത് ചെയ്തു? ഫ്ലാഷ് ബാക്ക്. ഇവരെ കോളേജിൽ ഫസ്റ്റ് ഇയർ വന്ന് ജോയിൻ. ഇവൻ സീനിയറാണ്, നമുക്ക് സീനിയർ. അതെ, ഇവർക്ക് സീനിയറാണ്. പ്രപ്പോസ് ചെയ്ത് എന്ത് സംഭവിച്ചറിയോ? ഫ്ലാഷ് ബാക്ക്. ഹീറോയിൻ കോളേജിൽ വന്ന് ഹായ് ഗേൾ ബ്യൂട്ടിഫുൾ ഇങ്ങോട്ട് വാ. ഹീറോയിനെ റാഗിങ് ചെയ്യാൻ തുടങ്ങി. ഹീറോയിൻ അവർ വെച്ച് ഞാൻ ആരാ അറിയാം? പോലീസ്. നമ്പേയില്ല. ഹീറോയ്ക്ക് ടെൻഷനായി. അങ്ങനെ ഹീറോയിൻ ഫോൺ എടുത്തു. ഹലോ എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വണ്ടി വന്നു. മാം എന്ത് പറ്റി മാം എന്നെ സെലക്ട് ചെയ്തു. എന്താ? ഇവൻ എന്നെ റാഗിങ് ചെയ്തു എന്ന് പറഞ്ഞു പോലീസ്. അവൻ അവിടുത്തെ പ്രിൻസിപ്പൾ വന്ന് ഓടി വന്നു. എന്ത് പറ്റി മാം? ഞാനിവിടെ കോളേജ് പഠിക്കാൻ വന്നതാണ്. ഞാൻ ഓമി സ്റ്റോമ അല്ല ഇങ്ങനെയായിട്ട് ഞാൻ പോലീസാണ് എന്ന് ഹീറോയിൻ പറയായിരുന്നു. ഹീറോയിൻ ഡാഡി പ്രൊമോഷൻ ഒരു ഹീറോയിൻ്റെ ഡാഡി ആരാന്ന് പറഞ്ഞ ഷോക്കായിരുന്നു. അത് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഹീറോയിൻ പറയായിരുന്നു. എന്നിട്ട് പേടിച്ചിട്ട് ഹീറോയ്ക്ക് ഇങ്ങനെ റാഗിങ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഹീറോ ആരാന്ന് പറഞ്ഞിട്ട് ഇവർ പോലീസാണ് എന്നെ വിളിച്ച് ആ സീനിയർ തിരിച്ചു ഓടിയായിരുന്നു. ഇപ്പോഴും സീനിയർ പുറകെ നടക്കാൻ ട്രൈ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനായിട്ട് ഹീറോയിൻ അങ്ങനായിട്ട് നടന്ന കാര്യം പറഞ്ഞു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയുന്നു മച്ചി അതെ ജേഹബ് വരാൻ പോവാ എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു. അങ്ങനായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിൻ കോളേജിൽ നടന്നുകൊണ്ട് പോയായിരുന്നു. അതിലൊരു കുറച്ച് ഗേൾസ് ഒരു റൂമിൽ പോന്ന് കണ്ടായിരുന്നു. ഇത് സ്റ്റോർ റൂം അല്ലടി. അങ്ങനെ ഫാത്തിമ എന്നൊരു ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു. മച്ചി ഇത് സ്റ്റോർ റൂം അല്ലേ? ഇവരൊക്കെ പോകുന്ന സീനിയേഴ്സ് ഗേൾസ് ആയിരുന്നു. ഹീറോയിൻ ശരി സൂപ്പർ സീനിയറാ ഇവരൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞ് ഹീറോയിൻ അവർ ഫോളോ ചെയ്ത് വന്നു. അതൊരു സീക്രട്ട് റൂമായിരുന്നു, അണ്ടർഗ്രൗണ്ട് റൂം. എന്നിട്ട് ഹീറോയിൻ ഫോളോ ചെയ്ത് പോയി. അവർ എന്താ സംസാരിക്കുന്നത്? നീ വീഡിയോ ചെയ് എന്നിട്ടടേ വീഡിയോ ചെയ്യുന്ന ഹീറോയിൻ മുറക്കായിരുന്നു. സോറി എടി എന്നാ ആ വീഡിയോ ചെയ്യുന്നത് അതിലെല്ലാം സംസാരിക്കായിരുന്നു. അതിലൊരു ഗേൾ ഉണ്ടായിരുന്നു. അതെ ബോയ്സ് വരാൻ പോവാ. അതിലൊരു പെണ്ണ് ജേഹൂപ്പിന് ഫോട്ടോ കാട്ടിയിട്ട് പറയാൻ തന്നെ ഇവനെ കിഡ്നാപ്പ് ചെയ്യണം. എന്തുകൊണ്ട് നീ പറയണം? എല്ലാം കേട്ടോ, ഇവന് കിഡ്നാപ്പ് ചെയ്യണം എന്ന് ആ പെണ്ണ് പറയുന്നു. നീ എന്നടി ജേഹപ്പിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതെ ജേഹപ്പിനെ കിഡ്നാപ്പ് ചെയ്യണം, എനിക്ക് ജേഹപ്പിനെ ഇഷ്ടമാണ് എന്ന് ആ പെണ്ണ് പറയാൻ തുടങ്ങി. ബാക്കി ഗേൾസുകൾ ഞങ്ങൾക്ക് ഓൾഡ് ബോയ് ഫ്രണ്ട് ഉണ്ടടി. അതിലൊരു പെണ്ണ് സിംഗിളായിരുന്നു. ആ പെണ്ണ് ജേഹപ്പിനെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇതേക്ക് ടെൻഷനായി. എന്താ എൻ്റെ ആളെ കിഡ്നാപ്പ് ചെയ്യോ? നിനക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ഡീറ്റെയിൽസ് ആ പെണ്ണ് ഫുൾ പ്ലാൻ ചെയ്ത്. ആ പെണ്ണൊക്കെ ഒരു റൗഡി ചേട്ടനുണ്ടായിരുന്നു. ആ പെണ്ണ് പറഞ്ഞായിരുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ ഉള്ളിൽ തന്നെ പ്ലാൻ ചെയ്തു. അതെ എപ്പോൾ അങ്ങനെ ജേഹോപ്പ് ഹീറോയ്ക്ക് ഒരു പവർ, മാജിക് പവറും ഹെർത്ത് പവർ, ആനിമൽസ് സംസാരിക്കുന്ന പവർ ഹീറോയ്ക്ക് ഉള്ളിൽ തന്നെ പ്ലാൻ ചെയ്ത്. അങ്ങനെയായിട്ട് ആ ഗേൾസ് എല്ലാം വരുത്തിയാൻ വേണ്ടിയിട്ട് ഹീറോ അങ്ങനെ ജേഹോപ്പിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ജേഹോപ്പിനെ പിടിച്ച ഗേൾസ് ജേഹൂപ്പ് വിടുന്നു എന്ന് പറഞ്ഞാൽ ജേഹൂപ്പിന് മയങ്ങിയിട്ട് വീണായിരുന്നു. ജേഹൂപ്പിനെ കിഡ്നാപ്പ്. ആ പെണ്ണ് എവിടെ പോയത്? ഹീറോ ഫുള്ള് ഒരു ആനിമൽസ് അയച്ചായിരുന്നു. അത് ക്യാമറ അവൾ എന്തെല്ലാം ചെയ്യുന്നത് ഫുൾ അവർ റെക്കോർഡ് എല്ലാം ചെയ്യാതായിരുന്നു. ചിരിച്ചിട്ട് ഹീറോയിൻ ആനിമൽസ് അതെ ഹീറോയിൻ വന്നായിരുന്നു. അതൊരു പെട്ടായിരുന്നു. ആ പെട്ടൊക്കെ മാജിക് പവറുണ്ട്. അതുമുതല ശരി ഓക്കെ എല്ലാം കഴിഞ്ഞു മാസ്റ്റർ എല്ലാം കഴിഞ്ഞു. അതൊരു മൂങ്ങയായിരുന്നു. മൂങ്ങന് നെക്കിലാണ് ക്യാമറ ഉള്ളത്. മൂങ്ങ വൈറ്റ് മൂങ്ങായിരുന്നു. ശരി ക്യാമറ തന്നോ? ഇത് ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. ഓക്കെ മാം എന്നെ ഒരു ബോയ് ഉണ്ട് ആങ്കർ ഹാക്കിങ് ചെയ്തു. അങ്ങനെ ഫുള്ള് എല്ലാ വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ പോസ്റ്റ് ഇവൾ എന്തെല്ലാം പ്ലാൻ ചെയ്തത് എല്ലാം ഫുൾ വീഡിയോ ഹീറോയെ പിടിച്ച് അങ്ങനെ മറിഞ്ഞിട്ട് വന്നു. അങ്ങനെ അവർക്ക് 4-5 ആൾക്ക് അടിക്കൊടുത്ത് അനിമൽസിൽ വന്ന് അവർക്കെല്ലാം പേടിപ്പിക്കാൻ തുടങ്ങി. അയ്യോ സ്നേക്ക്, അയ്യോ ഇത് മുതൽ, അയ്യോ പാറ്റ, കൂറ എന്നെ എല്ലാവർക്കും ഇതെല്ലാം ആനിമൽസ് വന്ന് പേടിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാം പേടിച്ച് നണ്ട് എല്ലാ ആനിമൽസും വന്ന് നണ്ട് ഒരാൾക്ക് കൈ ഒരു ബാക്കിൽ ടിക്കിലി കടിച്ച് അയ്യോ ഡാഡി അച്ഛേ. പിന്നെ ഒരാൾ കൈ കടിച്ച് ഫുള്ള് നണ്ട് വന്ന് എല്ലാം ടോർച്ചർ ചെയ്ത് ജേഹപ്പ് പേടിയോ. അയ്യോ ഇതെന്താ ഒരു നണ്ട് വന്ന് ജേഹപ്പിനെ നോക്കിയാൽ
ജേഹബോട് സംസാരിക്കായിരുന്നു. മാസ്റ്ററെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? മറിയാതിൽ എൻ്റെ പുറകിൽ വാ. ഇല്ല ഇവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടൂ. ഇല്ല എൻ്റെ ചേട്ടൻ്റെ കയ്യിലേക്ക് അടി കിട്ടൂ. എൻ്റെ കൂടെ വാ എന്ന് നണ്ട് പറഞ്ഞു. ചേട്ടനെ പറയുമ്പോൾ അതാ അതോടെ വലിയ ചേട്ടൻ കാണില്ലേ, അതെൻ്റെ ചേട്ടാ എന്ന് ജേഹബ് കൺഫ്യൂസായി. എൻ്റെ കൂടെ വാ എന്ന് നണ്ട് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നു. ജേഹബ് പറഞ്ഞായിരുന്നു. ഹീറോയോട് ഉണ്ടായിരുന്നു. നണ്ട് വലിയ നണ്ട് കഴിഞ്ഞ് ഹീറോയി പറയായിരുന്നു വാ എൻ്റെ കൂടെ വാ. ഹീറോയി അവിടെ ഒരിടത്ത് നിന്നായിരുന്നു. ജേഹബ് ഉണ്ടായിരുന്നു. അത് ജേഹബ് മറിഞ്ഞത് നിൽക്കുന്ന വരുമ്പോൾ ഒരു ഗേൾ വരുമ്പോൾ ഷോക്കാണ് ജേഹബൊക്കെ. ഹീറോയെ പിടിച്ചു. അങ്ങനെ ജേഹബിനെ ഒരു വേറെ പ്ലേസൊക്കെ കൊണ്ടുവന്നത് നടന്ന കാര്യം മൊത്തം ന്യൂസിൽ പോയിരുന്നു. ഇനി മേല ഇങ്ങനെ ചെയ്യേണ്ട. ജേഹബൊക്കെ ഒരു ലോക്കറ്റ് കൊടുത്തായിരുന്നു. ഇത് മറീന ലോക്കറ്റ്. ഈ ജേഹബൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തായിരുന്നു. ഇത് ആർക്കും കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് 7 പേർക്ക് കാണാൻ പറ്റൂ. ഇത് ബാക്കി മെമ്പേഴ്സ്ക്ക് കൊടു എന്ന് ജേഹബിനോട് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ജേഹബ് മറ്റു കാര്യങ്ങളോട് പറഞ്ഞു പോയായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് എവിടേക്ക് വേണേൽ പോകാൻ പറ്റും, അതുമാത്രമല്ല സീക്രട്ട് മറിഞ്ഞിട്ട് പോകാൻ പറ്റും. ഇതിൽ ജേഹബ് പറഞ്ഞു കൊടുത്തു. ഇതിൽ റിയൽ ആണ്. നീ പോയിട്ട് ആ തടിയാനെ വിട്ടായിരുന്നു. ജേഹബൊക്കെ പേടിയായി. ഇരുന്നോ? ഇല്ല ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞെങ്കിൽ ഹീറോയിൻ്റെ അമ്മേങ്ങി ഒരിടത്ത് നിന്നേർത്ത് ആർക്കും കാണാൻ പറ്റില്ല. ജേഹബ് മാത്രം കാണാൻ പറ്റും. ആരടിച്ച എൻ്റെ തലയ്ക്ക് എന്നൊരു മുട്ട തലയിച്ച് ഇപ്പം മനസ്സിലാക്കി. നീ പോയോ എന്ന് പറയുന്നു. ജേഹബ് പോയി ടെൻഷനിൽ അവന് മൂക്ക് കുറുക്കുത്തി. ആരാ എന്നെ കുത്തി. ജേഹബ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെ ജേഹബ് കുറേയൊക്കെ പോയി. അങ്ങനെ ഹീറോയ്ക്ക് ജേഹബിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മനസ്സിലുള്ള ചോദന ജേഹബൊക്കെ ഹീറോയും നല്ല ഫീലിങ്സ് വന്നു. ജേഹബ് പ്ലാൻ ചെയ്ത് ഹീറോയിൻ്റെ വീട്ടിൽ വന്നായിരുന്നു. ഹീറോയിൻ ഒരു പോലീസ് വീടായിട്ടില്ലായിരുന്നു. ആരായിട്ട് മാസ്ക് ജേഹബ് ഊറിയായിരുന്നു. അത് ഫുൾ വലിയ വീടായിരുന്നു. അങ്ങനെ ജേഹബ് പറയായിരുന്നു ഞാൻ ജേഹബ് എന്ന്. പിന്നെ ഓം മിസ്റ്റർക്ക് ജേഹബ് വന്ന കാര്യം മനസ്സിലായി. അതെ ഹീറോയിൻ്റെ ഓം മിസ്റ്റർ ഹീറോയിൻ്റെ ചെറിയച്ഛനാണ്. ഓം മിസ്റ്റർക്ക് മനസ്സിലായി. അയാൾക്ക് ഒരു പവറുണ്ട്, എല്ലാവർക്കും പവറുണ്ട്. അയാൾക്ക് മനസ്സിലായി. ശരി അകത്ത് വിട്ടു. പിന്നെ മാസ്ക് ഒരു കാട്ടി. ഹീറോയിൻ്റെ ഡാഡിക്ക് മമ്മിക്ക് ഷോക്കായിരുന്നു. നീ എന്താ ബുക്ക് ടി വിയിലുള്ളത്, നീ എന്താ നേരിൽ വന്നു. ജേഹബ് നടന്ന കാര്യം പറഞ്ഞു. ശരി ഓക്കെ. ജേഹബ് വീട്ടിൽ വന്നു. ഹീറോയ്ക്ക് ജേഹബുക്ക് മാരേജായി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ജേഹബ് 4 കുട്ടികൾ ഇവിടെ ഹാപ്പി ആയിട്ടുണ്ട്. ഹീറോയിൻ ബേബീസ് എല്ലാം മാജിക് യൂസ് ചെയ്ത് ഭയങ്കര ടെൻഷനാക്കുക ജേഹബ് പറയാം എന്തായാലും മാജിക് ആട്ടാ എന്ന്. ജേഹബ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.